സംഘബലം കൊണ്ടാണ് ദുര്യോധനൻ പകരം വീട്ടുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനും കരുതി നടന്നു. വലിയമ്മയുടെ മക്കൾ കുറേ പേരുണ്ട്. എനിക്ക് പലരുടെയും പേരറിയില്ല. പിന്നെ വലിയച്ഛന് സൂതരിലും ശൂദ്ര സ്ത്രീകളിലുമുണ്ടായ മക്കൾ. അവർ ഒരുമിച്ചാണ് എപ്പോഴും നടക്കുന്നത്. അധ്യയനമില്ലാത്ത ദിവസങ്ങളിൽ മൃഗയാവിനോദത്തിന് പോകാറുണ്ട്. ചിലപ്പോൾ തേരുകൾ കാടിൻ്റെ അതിർത്തി വരെ എത്തും. കാട്ടിൽ നായാട്ടുകാർ താവളങ്ങളിൽ കാവലുറപ്പിക്കും. ആനപ്പുറത്തിരുന്ന് യോദ്ധാക്കൾ കാടിളക്കാൻ തുടങ്ങും. വില്ലാളികൾ ഓടുന്ന മൃഗങ്ങളെ അമ്പെയ്ത് വീഴ്ത്തും. ഇതും ക്ഷത്രിയകുമാരന്മാരുടെ പാഠങ്ങളിൽപ്പെട്ടതാണ്. കൃപാചാര്യരുടെ മുതിർന്ന ശിഷ്യന്മാരിലൊരാളായ നിർഭീകരനായിരുന്നു ഈ യാത്രകളിൽ നേതൃത്വം. ഞങ്ങൾ മുതിർന്ന കുട്ടികൾ പല താവളങ്ങളിൽ വില്ലാളികളുടെ കൂടെ ചെന്നിരിക്കും. നായാടി കിട്ടിയ മാംസം വേവുന്നതുവരെ സംഘം കാത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിളി കേൾക്കാവുന്ന ദൂരത്തോളം കാട്ടിൽ ചുറ്റി നടക്കാം. ആ യാത്രകളിലൊന്നിൽ പകരം വീട്ടുമെന്നാണ് ഞാൻ ഊഹിച്ചിരുന്നത്. നായാട്ടു നിശ്ചയിച്ചാൽ എനിക്ക് ആഹ്ലാദമായിരുന്നു. കുതിച്ചുപായുന്ന വേഗം കണക്കാക്കി മുമ്പേ വിടുന്ന അമ്പുകൊണ്ട് മൃഗം വീണുമറിയുന്ന നിമിഷം, ഞാണൊലിയുടെ തൊട്ടുപിറകെ വരുന്ന ആ നിമിഷത്തിനു വേണ്ടി വീർപ്പടക്കി കാത്തിരിക്കുന്നു. ദാ ഇപ്പോൾ വായുവിൽ ഉയർന്നു ചാടിയതാണ് മൃഗമെന്നു കരുതും. പിന്നെ അത് നിലംപൊത്തി നിശ്ചലമാവുമ്പോൾ ഞാൻ വില്ലാളിയെ നോക്കും. വിജയത്തിൻ്റെ ചിരി അപ്പോൾ ആ മുഖത്തു കാണാം. ശൂദ്രനോ സൂതനോ ആകട്ടെ, അയാളെ അപ്പോൾ ആശ്ലേഷിക്കണമെന്ന് തോന്നും. കൃപാചാര്യരുടെ ആയുധപാഠങ്ങൾക്കിടയ്ക്കും ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ ദുര്യോധനൻ മുഖം തിരിച്ചു നടക്കും. ദുശാസനൻ്റെ നോട്ടത്തിൽ നിനക്കു വേണ്ടിയുള്ള ദിവസം വരുന്നു എന്ന മുന്നറിയിപ്പുമുണ്ട്. കാട്ടിലെത്തുമ്പോൾ കൂട്ടത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ പുറപ്പെടും മുമ്പ് അർജുനൻ പറഞ്ഞു, ഇന്നു ഞാൻ അമ്പെയ്ത് മൃഗത്തെ വീഴ്ത്തുന്നത് കണ്ടോളൂ. ഞങ്ങൾക്ക് സ്വന്തമായി അമ്പും വില്ലും തരാൻ തുടങ്ങിയിരുന്നില്ല. കാടറിയാനും മൃഗങ്ങളുടെ ഗതി പഠിക്കാനുമാണ് ഈ യാത്രകൾ. മുതിർന്ന കുട്ടികൾ കുന്തമെടുക്കും. അരയിൽ തോലുറയിൽ നായാട്ടുകത്തി തൂക്കിയിടും. രണ്ടും അലങ്കാരത്തിനായിരുന്നു. കാടിളക്കി കഴിഞ്ഞതിനിടയ്ക്ക് ഞങ്ങളുടെ താവളത്തിനടുത്തുകൂടെ ഒരു മൃഗവും വന്നില്ല. അഹിച്ഛത്രക്കാരനായ ഒരു വില്ലാളിയുടെ കൂടെയായിരുന്നു ഞാനന്ന്. അയാൾ പുതുതായി സൈന്യത്തിൽ ചേർന്നതാണ്. അപ്പോൾ മറുവശത്തെ താവളത്തിൽ നിന്ന് ആർപ്പുവിളി കേട്ടു. ഒരു മൃഗം വീണിരിക്കുന്നു. ആപത്തിനും ആർപ്പുവിളിയാണ്. ഇത് അപൂർവമായ വിജയത്തിൻ്റെതാണ്. വെളിസ്ഥലത്ത് നായാട്ടുകാർ ഒത്തുകൂടിയപ്പോൾ ഞങ്ങളും ചെന്നു. ഒരു കൂറ്റൻ കരിമാനാണ് വീണുകിടക്കുന്നത്. അർജുനൻ ആകെ ചിരിച്ച് പൂത്തുലഞ്ഞ് നായാട്ടുകാരുടെ അഭിനന്ദനം സ്വീകരിക്കുന്നു. അന്ന് അർജുനന് 10 വയസ്സാണ്, എനിക്ക് 11. അനുജൻ്റെ വിജയമോർത്ത് ഞാനും അഭിമാനിച്ചു. ഞാൻ അവൻ്റെ ചുമലിൽ പിടിച്ചടുപ്പിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ആദ്യത്തെ മൃഗം വീഴുമ്പോൾ ക്ഷത്രിയൻ ബലി കൊടുത്ത് ദേവന്മാർക്കു നന്ദി പറയണം, മറന്നു പോകരുത്. ഞാൻ ദുര്യോധനനെ നോക്കി. ഒരു നിസ്സാരകാര്യം നടന്ന പോലെ അവൻ ഞങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. മടക്കയാത്രയിൽ എല്ലാവരും മുമ്പേ പോയി. ദുര്യോധനാദികൾ നേരത്തെ പോയതുകൊണ്ട് ഞാൻ സാവധാനത്തിൽ കാട്ടുകിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് നടന്നു. ഭയപ്പെടാനൊന്നുമില്ല. അപ്പോഴാണ് താഴെ നിന്ന് ആർപ്പുവിളി കേട്ടത്. ഇത് ആപത്തിൻ്റെ മുന്നറിയിപ്പാണ്. പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ചാടിയിറങ്ങിയ കാട്ടുപന്നി നായാട്ടുകാരുടെ മുമ്പിൽ പൊടുന്നനെ എത്തിപ്പെട്ടപ്പോൾ അമ്പരപ്പോടെ അത് തെല്ലിട മണം പിടിച്ചു നിന്നു. ചെമ്മണ്ണിൽ പുതഞ്ഞ തേറ്റകൾ അകലെ നിന്നു തന്നെ കാണാമായിരുന്നു. വഴി മാറണോ എന്നാലോചിച്ച് ഞാൻ നിൽക്കുമ്പോൾ വീണ്ടും ആർപ്പുവിളി. ഒറ്റപ്പന്നിയെ വ്യാഘ്രത്തേക്കാൾ ഭയപ്പെടണമെന്ന് നായാട്ടുകാർ പറയാറുണ്ട്. ശരം വിട്ട പോലെ അത് കുതിക്കുന്നത് ഇപ്പോൾ എൻ്റെ നേർക്കാണ്. മാറി നിൽക്കാൻ ഒരു മരം കൂടിയില്ലാത്ത പുൽമേടിക്ക് നടുക്ക്. നായാട്ട് സംഘങ്ങളുടെ ചവിട്ടടി പതിഞ്ഞ വഴികളിലാണ് ഞാൻ. കുതിച്ചെത്തുന്ന ക്രോധമൂർത്തി എൻ്റെ മണം പിടിച്ചു തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നടുങ്ങി. ഓടി രക്ഷപ്പെടാനാവില്ല. മൃഗത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ നായാട്ടുകാർ ബഹളം കൂട്ടുന്നതുകൊണ്ട് ഫലമില്ല. തേറ്റകൾ പിടിപ്പിച്ച ഒരു കൂരമ്പ് പോലെ മൃഗം പറന്നടുക്കുന്നു. ഇതായിരിക്കാം അവസാനം. മഹാബലനാവേണ്ടവൻ ഇതാ കാട്ടുപന്നിയുടെ തേറ്റയിൽ കുടുങ്ങി സൂതർക്കൊരു വീരമരണത്തിനു കഥയുണ്ടാക്കാൻ കൂടി അവസരം കൊടുക്കാതെ ചത്തു വീഴുന്നു. നിലത്തു നോക്കാതെ വഴിമുടക്കുന്നത് എന്താണെന്നറിയാതെയാണ് കാട്ടുപന്നി ആക്രമിക്കുക എന്ന് പഠിപ്പിച്ച നായാട്ടുകാരെ ഈ മൃഗത്തിനേതായാലും അറിയില്ല. മുഖമുയർത്തി തേറ്റകൾ വിടർത്തി അടുക്കുന്ന പന്നി വായ തുറന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ നേർക്ക് കുതിച്ചത്. എൻ്റെ കുന്തമുന തുറന്ന വായിൽ കടന്നതും അപ്പോൾ തന്നെ എൻ്റെ ശക്തി കൊണ്ടല്ല, മുന്നോട്ടാഞ്ഞ മൃഗത്തിൻ്റെ ശക്തിയിൽ 3 മുഴം വരുന്ന കുന്തത്തിൻ്റെ പകുതിയും അകത്തെവിടെയോ ആഞ്ഞിറങ്ങുന്നത് എൻ്റെ കൈകൾക്ക് അനുഭവപ്പെട്ടു.
തെറിച്ചു വീഴുമ്പോൾ കുന്തത്തിൽ പിടിവിടാതിരിക്കാൻ ഞാൻ ഓർമ്മിച്ചു. ചെമ്മണ്ണ് പുരണ്ട തേറ്റകൾ എൻ്റെ തൊട്ടുമുന്നിൽ നെഞ്ചിനു സമീപം. മുമ്പോട്ടുള്ള അവസാനത്തെ കുതിപ്പിൽ വീണ്ടും കുന്തമുന അകത്തേക്കിറങ്ങി. ബലാബലത്തിൽ ഇനി മൃഗത്തിന് ജയിക്കാനാവില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ശരീരം വളച്ചു നിവർന്നു. പൊടുന്നനെ ശക്തി ക്ഷയിച്ച മൃഗം ഒന്ന് പിടഞ്ഞു. ഭയന്നുപോയ നാട്ടുകാർ അടുത്തെത്തിയപ്പോൾ ശ്വാസം നിലച്ച പന്നിയുടെ ദേഹത്തിൽ ചവിട്ടി ഞാൻ കുന്തം വലിച്ചൂരി. ചോരയുടെ ഒരുറവ് എൻ്റെ ദേഹത്തിൽ തെറിച്ചു. ആകെ തളരുന്നതുപോലെ തോന്നി. ചുമലിൽ കൈവച്ച അർജുനൻ്റെ കഴുത്തിൽ പിടിച്ചു നിന്ന് ശ്വാസം നേരെയായപ്പോൾ ഞാൻ പതുക്കെ ചിരിച്ചു. അലർച്ച കേട്ടപ്പോൾ എല്ലാം കഴിഞ്ഞുവെന്ന് ഭയപ്പെട്ടു. നായാട്ടുകാർ പറഞ്ഞു. ഞാൻ അലറിയത്രേ. എനിക്കോർമ്മയില്ല. ചെമ്മണ്ണ് പുരണ്ട തേറ്റകളെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എപ്പോഴാണ് ഞാൻ അലറിയത്? യുധിഷ്ഠിരൻ ഗൗരവത്തിൽ പറഞ്ഞു. മന്ദ, നീ എന്തു വിഡ്ഢിത്തമാണ് കാട്ടിയത്? അമ്മ അറിയണ്ട. ആദ്യത്തെ മൃഗം വീണ ആർപ്പുവിളിയും ആഘോഷവും ഉണ്ടായില്ല. ദേവകളെ പ്രീതിപ്പെടുത്താൻ ബലി കൊടുക്കേണ്ട കാര്യവും ജ്യേഷ്ഠൻ പറഞ്ഞില്ല. ഞങ്ങൾ നടന്നു. നന്ദി പറയാൻ ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. എൻ്റെ കൈയിന് അപകടമടുത്തെത്തിയ മുഹൂർത്തത്തിൽ ആരോ കരുത്തു കൂട്ടിയെന്ന് തീർച്ചയാണ്. എൻ്റെ കരുത്തിനെപ്പറ്റി എനിക്ക് തികച്ചും ബോധം വന്നിരുന്നു. ജ്യേഷ്ഠന് ഞാനിപ്പോഴും മന്ദനായിരിക്കാം, കൗരവർക്ക് വെറും മൃഗോദരനായിരിക്കാം. പക്ഷേ ഭീമൻ മഹാബലനായി തന്നെ വളരുന്നു, ഞാൻ ആഹ്ലാദത്തോടെ മനസ്സിൽ പറഞ്ഞു. അന്ന് സന്ധ്യാവന്ദനത്തിന് വളരെ മുമ്പായി തന്നെ ഞാൻ നദീതീരത്തിലെത്തി. വെറുതെ നീന്തിക്കളിച്ചു. ആലോലം മുങ്ങിക്കയറി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ചെവികൾക്ക് മാത്രമായുള്ള സന്ദേശവും കൊണ്ട് അന്ന് ഒരിളം കാറ്റായി ദൂതൻ വന്നു. അപ്പോഴാണ് അവർ വന്നത്. ഞാൻ നേരത്തെ നദീതീരത്തിലെത്തിയെന്നറിഞ്ഞിരിക്കണം ദുര്യോധനനും കൂട്ടുകാരും. ഭയത്തോട് ഞാൻ മുമ്പേ വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. എത്തിപ്പിടിക്കാൻ കുറേയേറെ കൈകൾ എൻ്റെ നേർക്കു നീണ്ടു. ചിലരെ ചവിട്ടിത്തെറിപ്പിച്ചു. ദേഹത്തിൽ ചുരുട്ടിയ മുഷ്ടികൾ വീഴുന്നുണ്ടായിരുന്നു. വേദന അറിഞ്ഞില്ല. കൂട്ടം കൂടി പൊതിഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം കൈകാലുകൾക്കൊന്നും ചെയ്യാനാവില്ല എന്നറിയാത്ത വിഡ്ഢികൾ. അവശനായി എന്ന് ഭാവിച്ചു നിന്ന എൻ്റെ അടുത്തേക്ക് രണ്ടു ഭാഗത്തു നിന്നും അടിച്ചു കയറിയ ദുര്യോധനനെയും ദുശാസനെയും കൈത്തണ്ടയ്ക്കകത്തു കിട്ടാൻ ഞാൻ കാത്തുനിന്നു. കഴുത്തടക്കി കിട്ടിയപ്പോൾ അവരെയും വലിച്ച് ഞാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. തല ഉയർത്താനാവാത്തവണ്ണം താഴ്ത്തിപ്പിടിച്ചപ്പോൾ അവർ പിടഞ്ഞു. വികൃത ശബ്ദങ്ങളുണ്ടാക്കി. ഇനിയും മുക്കിപ്പിടിച്ചാൽ ചത്തുപോകുമെന്ന് തോന്നിയപ്പോൾ വിട്ടു. പ്രയാസപ്പെട്ട് കരയ്ക്കു കയറിയ അവർ കുറച്ച് വെള്ളം ഛർദ്ദിച്ച് കൽപ്പടവുകളിൽ ഇരുന്നു. അവരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തി നിന്നു. ഭയന്ന സംഘക്കാർ അടുത്തു വരാതെ പിന്നിലെവിടെയോ നിൽക്കുകയാണ്. ഇനിയൊരിക്കൽ കയ്യേറ്റത്തിനു വന്നാൽ എൻ്റെ മുഖത്ത് നോക്കടാ. ദുര്യോധനൻ പതുക്കെ മുഖമുയർത്തി. ഞാൻ പറഞ്ഞു. കൊല്ലും, എല്ലാറ്റിനെയും ഞാൻ കൊല്ലും. വലിയമ്മയുടെ കൊട്ടാരത്തിലേക്ക് വരാൻ പിറ്റേന്ന് കൽപ്പനയുണ്ടായി. ഞങ്ങളെ എല്ലാവരെയുമാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുഴക്കരയിലെ കലഹമാവില്ല കാരണമെന്ന് സമാധാനിച്ചു. യുധിഷ്ഠിരൻ്റെ പിന്നിലായി ഞങ്ങൾ നടന്നു ചെറിയ മണ്ഡപത്തിൽ കടന്നു ചെന്നപ്പോൾ വലിയമ്മയുടെ കൂടെ അമ്മയുമുണ്ട്. അമ്മ നിൽക്കുകയായിരുന്നു. കറുത്ത ശിരോവസ്ത്രം മുഖത്തിൻ്റെ പകുതിയെ മറച്ചിട്ടുള്ളൂ. വലിയമ്മയുടെ കണ്ണുകൾ എന്നെയാണോ തിരയുന്നത്? അപ്പോൾ ദുര്യോധനനും അനുജന്മാരും കടന്നു വന്നു. അവർ ഞങ്ങളുടെ ഇടതുവശത്തായി വലിയമ്മയുടെ മുമ്പിൽ നിന്നു. വലിയമ്മ വിളിച്ചു. ഉണ്ണി, ഭീമസേന, വരൂ. ഞാൻ പതുക്കെ മുമ്പിലേക്ക് നീങ്ങി. അവർ ആംഗ്യം കാട്ടിയപ്പോൾ ദുര്യോധനനും അടുത്തേക്ക് വന്നു. കറുത്ത വസ്ത്രത്തിനു പിന്നിലെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ടോ? പതിഞ്ഞ ശബ്ദത്തിൽ വലിയമ്മ ചോദിച്ചു. നിങ്ങൾ ഇപ്പോഴേ പോരു തുടങ്ങിയോ? ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. എന്തോ പറയാൻ തൊണ്ടയനക്കിയെങ്കിലും വാക്കുകളൊന്നും ദുര്യോധനനിൽ നിന്നും പുറത്തു വന്നില്ല. പിന്നെ എല്ലാവരോടും എന്ന പോലെ വലിയമ്മ പറഞ്ഞു. കലഹം ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ പറയണം. അമ്മമാരും മുത്തശ്ശിമാരും പോയ വഴിക്ക് ഞാനും വനത്തിലേക്കിറങ്ങാം. നിങ്ങൾ കലഹിച്ച് രസിച്ചോളൂ. ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലെ വധുവായി സഹോദരൻ ശകുനിയുടെ കൂടെ 100 അകമ്പടിക്കാരും 100 ദാസിമാരുമായി വന്ന വലിയമ്മയുടെ നഗരപ്രവേശനത്തെപ്പറ്റി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോട്ടവാതിൽക്കൽ സുന്ദരിയായ വലിയമ്മയെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. അർഘ്യവും പാദ്യവും നൽകി അസംഖ്യം കാഴ്ചദ്രവ്യങ്ങളും വെച്ച് മുത്തശ്ശിമാർ എതിരേറ്റു കൊണ്ടുപോയി. ഹസ്തിനപുരത്തിൽ വിവാഹത്തിൻ്റെ കോശങ്ങൾ നടക്കുമ്പോഴാണത്രേ വലിയമ്മ അറിയുന്നത് കുരു രാജകുമാരൻ ധൃതരാഷ്ട്രർ അന്ധനാണെന്ന്. സുബല രാജാവുമായി പിതാമഹൻ ഭീഷ്മർ മകളുടെ വിവാഹാലോചന നടത്തുമ്പോൾ സത്യം പറഞ്ഞിരുന്നു. അച്ഛൻ മകളെ അറിയിച്ചില്ലെന്നു മാത്രം. ബഹളമുണ്ടാക്കി തിരിച്ചു പോകാനൊരുങ്ങിയ സഹോദരൻ ശകുനിയെ വലിയമ്മ ആശ്വസിപ്പിച്ചു. ഭീഷ്മരയച്ച സമ്മാനങ്ങൾ മുഴുവൻ സ്വീകരിച്ച് സുബലൻ കന്യാദാനം സമ്മതിച്ചതാണ്. അച്ഛൻ്റെ വാക്കുമാനിച്ച് വലിയമ്മ
ഹസ്തിനപുരത്തിലെ വധുവായി. അവർ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ മുഖം മൂടിയിട്ടാണ് അകത്തും നടക്കുന്നത്. ആ വലിയമ്മയാണ് സംസാരിക്കുന്നത്. കേട്ടുനിൽക്കുന്ന ഞങ്ങളെല്ലാം വെറും കുമാരന്മാരാണ് എന്ന കാര്യം വലിയമ്മ മറന്നുപോയതുപോലെ തോന്നി. കുരുവംശത്തിലെ പുരുഷന്മാർ മുഴുവൻ സ്ത്രീകളുടെ കണ്ണീരുകൊണ്ട് രസിച്ചവരാണ്. എനിക്കറിയാം. അമ്മ എന്തോ തലതാഴ്ത്തി സ്വകാര്യം പറഞ്ഞു. വലിയമ്മ അത് കേട്ടില്ല. വരാൻ പോകുന്ന നിങ്ങളുടെ വധുക്കളെ ഓർത്താണ് എനിക്കിപ്പോൾ ദുഃഖം. അന്ധന്മാർക്കും ഷണ്ടന്മാർക്കും വേണ്ടി അഹുതി ചെയ്ത രാജാങ്കനങ്ങളുടെ നെടുവീർപ്പുകൾ എന്നും ഈ കൊട്ടാരക്കെട്ടുകളിൽ തേങ്ങി നടക്കുന്നു. അവരുടെ ശബ്ദം ഇടറിയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഹസ്തിനപുരത്തിന് കപ്പം തന്ന് കാൽ വണങ്ങാത്ത ഒരു രാജാവും ലോകത്തിലുണ്ടാവില്ല. അതേതെങ്കിലും ആചാര്യൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ആരും മിണ്ടിയില്ല. യുധിഷ്ഠിരൻ മാത്രം വലിയമ്മയുടെ നേരെ ശിരസ് കുനിച്ചു. എൻ്റെ കൈത്തണ്ടയിൽ അവരുടെ നേർത്ത വിരലുകൾ പതിഞ്ഞു. വിറയ്ക്കുന്ന വിരലുകൾ. ശവം വീണു കാണാൻ കൊതിക്കുന്ന കൂളികൾ പല വേഷത്തിൽ ഈ കൊട്ടാരത്തിൽ കയറിയിറങ്ങുന്നുണ്ട്. ജ്യോതിഷക്കാരായിട്ടും ഋഷിമാരായിട്ടും. നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. ആരും ആരുടെയും ശത്രുവല്ല. അതുമാത്രം അവർ പറഞ്ഞു തരില്ല. കൈവിട്ടുകൊണ്ട് വലിയമ്മ മുഖം താഴ്ത്തിയിരുന്നു. ആയുധക്കളത്തിന് പുറത്തു വെച്ച് ആരെങ്കിലും തമ്മിൽ പൊരുതി എന്ന് കേട്ടാൽ അപ്പോൾ ഞാൻ ഈ കൊട്ടാരം വിടും. കൊല്ലുകയും മരിക്കുകയും ചെയ്ത് നിങ്ങൾ ആണുങ്ങൾ ആഘോഷിച്ചോളൂ. എല്ലാവരും നിശബ്ദരായി നിന്നു. വലിയമ്മ എഴുന്നേറ്റു. എന്നിട്ട് അകത്തേക്ക് നടന്നപ്പോൾ കൈപിടിച്ച് അമ്മയും കൂടെ ചെന്നു. നീലഞരമ്പുകൾ തെളിയുന്ന സ്വർണ്ണ നിറമുള്ള കൈത്തണ്ട. അവർ മരിച്ചുപോയ മാതൃ ചെറിയമ്മയേക്കാൾ സുന്ദരിയായിരിക്കണം. ഞങ്ങൾ രണ്ടു വഴിക്ക് തിരിച്ചു നടന്നു. മത്സരിക്കുന്ന ദുര്യോധനനോടും എന്നോടും മാത്രമല്ല വലിയമ്മ പറഞ്ഞതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എല്ലാം മനസ്സിലാവാൻ പിന്നെയും വർഷങ്ങൾ കഴിയേണ്ടി വന്നു. വലിയമ്മ മുമ്പിൽ വച്ച് ആരെക്കൊണ്ടും സത്യം ചെയ്യിപ്പിച്ചിരുന്നില്ല. എങ്കിലും മാറ്റം പ്രകടമായിരുന്നു. ആയുധപുരയിൽ വച്ച് കാണുമ്പോൾ ഞങ്ങൾ അകന്നുമാറി നടക്കാതായി. ബലരാമന്റെ കീഴിൽ ഗദായുദ്ധം പഠിച്ച ഒരു യാദവനെയും കൊണ്ട് ഒരിക്കൽ ശുഗാചാര്യൻ വന്നു. അയാൾ എന്നെ ദുര്യോധനന്റെ നേരെയും ദുശാസനന്റെ നേരെയും നിർത്തി. ചിത്രസേനെതിരെ നിന്നു. സഹദേവൻ കൺകശാസ്ത്രം തുടങ്ങി. ചെറിയ വേദനകൾ ഏൽക്കുമ്പോൾ എതിരാളി ആശ്വസിപ്പിക്കാൻ വന്നു. അപ്പോഴും അകന്നു നിന്ന് ഒറ്റയ്ക്ക് അമ്പെയ്ത് പഠിക്കുകയായിരുന്നു കർണൻ. അയാൾക്ക് മറ്റൊരു ഗുരു കൂടിയുണ്ട്, ധനുർവേദത്തിന്. അതുകൊണ്ട് ദിവസങ്ങളോളം അയാളെ ദുര്യോധന പക്ഷത്തിൽ കാണാറില്ല. പഴയ ഏറ്റുമുട്ടലുകളുടെ കഥകൾ ഞങ്ങൾ മറന്നു. അനധ്യായ ദിവസങ്ങളിലൊന്നിൽ ചിത്രസേനൻ വന്നു വിളിച്ചു. വരൂ, എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ആനപ്പന്തിയിൽ കാമരൂപത്തിൽ നിന്ന് പുതുതായി വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് നോക്കി രസിച്ചിരിക്കുമ്പോഴാണ് ചിത്രസേനൻ വന്നത്. എങ്ങോട്ട്? പ്രമാണകോടിയിൽ ജലോത്സവം. നമ്മൾ എല്ലാവരും പോകുന്നു. വരൂ. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. തിരക്കു കുറഞ്ഞ ഗംഗാതീരത്തിലെ ഒരു മുനമ്പാണ് പ്രമാണകോടി. അവിടെ രാജകുടുംബാംഗങ്ങൾക്കു വേണ്ടി സ്നാനഗൃഹങ്ങളുണ്ട്. ജലോത്സവങ്ങളുടെ ഭാഗമായുള്ള മത്സരങ്ങൾ ഇരുന്നു കാണാൻ കൽത്തറകളും മണ്ഡപങ്ങളും കെട്ടിയിട്ടുണ്ട്. ജലോത്സവത്തെപ്പറ്റി ഇന്നലെ രാത്രിയിലും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ആരൊക്കെയുണ്ട്? നമ്മളൊക്കെ, നമ്മൾ മാത്രം. ദുര്യോധനനും കൂട്ടുകാരും കൊട്ടാരമുറ്റത്ത് തയ്യാറായി ഒത്തുകൂടി. ഉത്സവയാത്രയ്ക്കുള്ള പുഷ്യരഥങ്ങൾ കുതിരകളെ പൂട്ടി തയ്യാറായി നിൽക്കുന്നു. അർജുനനും നകുല സഹദേവന്മാരും നിൽക്കുന്നിടത്ത് ചെന്ന് അന്വേഷിച്ചു. ജ്യേഷ്ഠൻ വരുന്നില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. വരൂ, പാചകക്കാരൊക്കെ നേരത്തെ പോയി. താൻ സമാധാനിച്ചോളൂ, ഭക്ഷണം മോശമാവില്ല. എന്നിട്ട് എൻ്റെ പുറത്ത് തട്ടി. ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു ചെന്നപ്പോൾ അദ്ദേഹം വലിയച്ഛൻ്റെ മന്ത്രിമാരിൽ ഒരാളോടൊത്ത് വിവിധ കക്കായകൾ കരുവാക്കി ചൂതുകളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയില്ലേ? ചൂതുകളി പഠിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വന്നത് ജ്യേഷ്ഠന് രസിച്ചിട്ടില്ലെന്ന് തോന്നി. ജ്യേഷ്ഠൻ വരുന്നില്ലെങ്കിൽ ഞങ്ങളാരും പോകുന്നില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിനായാലും ശേഷക്രിയകൾക്കായാലും ഉത്സവത്തിനായാലും അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് എൻ്റെ സ്ഥാനം. രസം പിടിച്ചു തുടങ്ങിയ കളി നിർത്തി എഴുന്നേൽക്കാൻ ജ്യേഷ്ഠന് മനസ്സുണ്ടായിരുന്നില്ല. വാതിൽക്കൽ വിടാതെ നിൽക്കുന്ന എന്നെ നോക്കി പിറുപിറുത്തുകൊണ്ട് ജ്യേഷ്ഠനും എഴുന്നേറ്റു. ദുര്യോധനൻ ഒന്നാമത്തെ തേരിൽ എനിക്കും യുധിഷ്ഠിരനും അർജുനനും സ്ഥലം നീക്കി വെച്ചിരുന്നു. നകുല സഹദേവന്മാർ രണ്ടാമത്തെ തേരിൽ ദുശാസനന്റെയും ചിത്രസേനന്റെയും കൂടെ. പ്രമാണകോടിയിൽ കയത്തിന് മുകളിൽ അകത്തേക്ക് ഒരു അർത്ഥവൃത്തമായി കയറിയിറങ്ങുകയാണ് ഗംഗ. ശരത്കാലത്തിലാണ് ജലോത്സവങ്ങൾ നടക്കുക പതിവ്. സ്നാനഘട്ടത്തിലിറങ്ങിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, തേരുകൾ മടങ്ങിക്കൊള്ളട്ടെ, നമുക്ക് വൈകുന്നേരം സാവധാനത്തിൽ പുഴവക്കിലൂടെ നടന്നു പോകാം. യുധിഷ്ഠിരൻ സമ്മതഭാവത്തിൽ മൂളി.
പുതുതായി കമ്പം തോന്നിയ ചൂതുകളിക്ക് സൗകര്യത്തിൽ കിട്ടിയ ഒരു ദിവസം നഷ്ടപ്പെട്ടതിലുള്ള അസ്വാസ്ഥ്യം അപ്പോഴും ജ്യേഷ്ഠന്റെ മുഖത്തുനിന്ന് മാറിയിട്ടില്ല. തേരുകൾ തിരിക്കാൻ തുടങ്ങുമ്പോൾ സ്നാനഗൃഹത്തിന് പുറത്തെ ചെറിയ ഉദ്യാനത്തിലേക്ക് ഞാൻ നടന്നു. ഭക്ഷണത്തിന്റെ മണം. അവിടെ പാചകക്കാർ പുതുതായി കൂട്ടിയ അടുപ്പുകളിലെ വലിയ ലോഹായ സപ്പാത്രങ്ങളിൽ പലതും തിളയ്ക്കുന്നുണ്ട്. വലിയ കൊട്ടാരത്തിലെ പാചകക്കാരിലൊരാളാണ് മേൽനോട്ടം. എൻ്റെ ഭക്ഷണപ്രിയം അറിയുന്നതുകൊണ്ട് അവർ പറഞ്ഞു, കാട്ടാടും കരിമാനുമുണ്ട് അടുപ്പത്ത്. പ്രാവിറച്ചി വേണമെങ്കിൽ ഇപ്പോഴേ സ്വാദ് നോക്കാം. മാംസോദനത്തിൻ്റെ നല്ല മണം. കെട്ടിവച്ച പൊതികൾ അഴിച്ചു നോക്കി. കരിമ്പുനീരിൽ മുക്കി വറുത്ത പയർ, ശർക്കരയും ധാന്യപ്പൊടിയും ചേർത്ത് നെയ്യിൽ വറുത്ത വലിയ മോദകം. ഒരുണ്ട മോദകം മാത്രമെടുത്തു തിന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. ഉയർന്ന സ്തംഭത്തിൽ പിടിച്ചു കയറി. മുകളിൽ ഒറ്റക്കാലിൽ നിന്ന് ശരീരം വളച്ച് താഴെയുള്ളവരെ വിളിച്ച് ഞാൻ ചെറിയ കുട്ടികളുടെ ആദരവ് നേടി. പിന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മലർന്നും കമിഴ്ന്നും നീന്തി. ഓളിയിട്ടു ചെന്ന് ഓർക്കാതിരിക്കുന്നവരെ പിടികൂടി ഭയപ്പെടുത്തി ചിരിച്ചു. പുറത്ത് ചിത്രസേനനെ മലർത്തിക്കിടത്തി സ്നാനഘട്ടത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീന്തി മറ്റുള്ളവരെ അമ്പരിപ്പിച്ചു. ദുര്യോധനനും ഉത്സാഹത്തിലായിരുന്നു. എല്ലാവരും കരയ്ക്കു കയറിയപ്പോഴും ഞങ്ങൾ കളി തുടർന്നു. പഴയ വൈരികളായിരുന്നു ഞങ്ങളെന്നോർത്തപ്പോൾ അത്ഭുതം തോന്നി. ഒടുവിൽ ഞങ്ങളും കരയ്ക്കു കയറിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, പതുക്കെ മതി. ഈറൻ തുണികൾ ഏറ്റുവാങ്ങിയ ദാസന്മാർ പോയപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കവസാനം മതി ഭക്ഷണം, ഒരു സ്വകാര്യമുണ്ട്. എല്ലാവരും ഭക്ഷണത്തിന് തിരക്കി കയറിക്കഴിഞ്ഞിരുന്നു. പരിചാരികരിൽ ഒരാളെ വിളിച്ച് ദുര്യോധനൻ പറഞ്ഞു, ഞങ്ങൾക്കവിടെ. ഞാൻ പറഞ്ഞ സ്ഥലത്ത്. ജലക്രീഡയുടെ ഒരുക്കത്തിലെ ഗാംഭീര്യം കൊണ്ട് ദുര്യോധനൻ നേരത്തെ എന്നെ വിനീതനാക്കി മാറ്റിയിരുന്നു. ഞാവൽ മരങ്ങളുടെ ഇടയിൽ പരിചാരികർ കമ്പളം വിരിച്ചു. ഭക്ഷണ സാധനങ്ങൾ വെള്ളിത്തളികകളിൽ നിരത്തിയപ്പോൾ അവരോട് പോകാൻ ആംഗ്യം കാട്ടി. വറുത്ത ഒരു കഷ്ണം മാംസമെടുത്ത് ചവച്ചുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, തനിക്കും എനിക്കും മാത്രമായി ഒരു സാധനം കരുതിയിട്ടുണ്ട്. അയാൾ ഒരു തോൾക്കുടം തുറന്ന് മണപ്പിച്ച് ശരിവയ്ക്കുന്ന പോലെ മൂളിക്കൊണ്ട് പറഞ്ഞു, മദ്യം. എനിക്ക് ഭയമാണാദ്യം തോന്നിയത്. മദ്യം പരിചയിക്കാനുള്ള പ്രായമായിട്ടില്ല ഞങ്ങൾക്ക്. മധുകപ്പൂക്കളിൽ നിന്ന് വാറ്റിയ മുന്തിയ മദ്യം യവം വാറ്റിയ സുരതാണ വർഗക്കാരെ കഴിക്കാറുള്ളൂ. ഇത് വിശേഷപ്പെട്ടതാണ്. രാജകുമാരന്മാർക്കു ചേർന്നതാണത്രേ. നോക്കൂ. ഞാൻ തോൾക്കുടം വാങ്ങി മണപ്പിച്ചു. കരിഞ്ഞ പൂക്കളുടെ മണം. അത് തിരിച്ചേൽപ്പിച്ചു ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് മധുപാനത്തിനുള്ള പ്രായമായില്ലല്ലോ. ദുര്യോധനൻ ചിരിച്ചു. ഒറ്റപ്പന്നിയെ കുന്തം കൊണ്ട് വീഴ്ത്തിയ അന്ന് തൊട്ട് നീ പുരുഷനായിരിക്കുന്നു. 11 വയസ്സിൽ 16ന്റെ വളർച്ചയുണ്ട് എൻ്റെ ശരീരത്തിനെന്നറിയാം. കുളിമുറികളിൽ വെള്ളം മാറ്റാൻ ദാസിമാർ വരുമ്പോൾ എൻ്റെ നഗ്നതയിൽ നാണം തോന്നി തുടങ്ങിയിരുന്നു. ഒറ്റ പന്നിയെ വീഴ്ത്തിയത് കൊട്ടാരത്തിനകത്ത് ഒരാളും എടുത്തു പറഞ്ഞില്ല. അഭിനന്ദന വാക്കും ഞാൻ കേട്ടില്ല. ആദ്യത്തെ മൃഗത്തെ വീഴ്ത്തിയതിന് അർജുനനു വേണ്ടി വിതുരർ ഒരു ബലി നടത്തി. ഭീഷ്മാചാര്യൻ സ്വർണ്ണ ചിറകുള്ള ഒരമ്പ് സമ്മാനമായി കൊടുത്തു. വൈരിയായി ഞാൻ കരുതിയ ദുര്യോധനനാണ് എന്നെ ആദ്യമായി പ്രശംസിക്കുന്നത്. എൻ്റെ മനസ്സിൽ ധൃതരാഷ്ട്രപുത്രനോട് സ്നേഹം വഴിഞ്ഞു. അയാൾ കുടം ചുണ്ടിൽ വച്ച് ഒരു കവിൾ കുടിച്ചു പറഞ്ഞു, ആദ്യം വീഴുന്ന മൃഗം, ആദ്യം കൊല്ലുന്ന ശത്രു, ആദ്യം അനുഭവിക്കുന്ന പെണ്ണ്, ഇതൊക്കെ ആണിന് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. മുതിർന്നവരുടെ സ്വരത്തിൽ ഗൗരവത്തിൽ അയാൾ സംസാരിക്കുന്നു. ആദ്യം മധുരുചിച്ച ദിവസവും പ്രധാനമാണ്. എന്നിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും കുടിച്ചു. കുടം താഴെ വെച്ചു നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി പിന്നിലേക്കൊതുക്കി. മുഖം കുറെ കൂടി തുടുത്തിരിക്കുന്നു. നിന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ യുധിഷ്ഠിരൻ, വീര്യവും ശൗര്യവുമില്ലാത്ത വങ്കനാണ്. വലുതാവുമ്പോൾ അയാൾ എന്തു കാട്ടും? ജ്യേഷ്ഠനെപ്പറ്റി പറഞ്ഞത് എനിക്കത്ര രസിച്ചില്ല. ശാസ്ത്രം പഠിക്കാനാണ് ജ്യേഷ്ഠൻ പറ്റുക എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കേട്ടതു തെറ്റാതെ ആവർത്തിച്ചു ചൊല്ലാൻ സമർത്ഥനാണ്. ആയുധശാലയിലെത്തുമ്പോൾ അയാൾ നകുലനേക്കാൾ കഷ്ടമാണ്. പക്ഷേ അത് ദുര്യോധനൻ പറയാൻ പാടില്ല. രാജ്യം ഭരിക്കാൻ മാത്രമാണ് ജ്യേഷ്ഠനെ പരിശീലിപ്പിക്കുന്നത്. നകുലൻ കൊട്ടാര ഭരണവും ഗോരക്ഷയും നടത്തും. സഹദേവൻ കപ്പം പിരിച്ചു ചെലവുകൾ നടത്തും. യുദ്ധം ചെയ്യാൻ അർജുനനുണ്ട്. പിന്നെ ഈ ഞാനും. ആരും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ജോലികളെപ്പറ്റി അന്നേ ധാരണയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ദുര്യോധനൻ കൂടുതൽ വിസ്തരിച്ചില്ല. ഇടയ്ക്ക് ഞാൻ തൊടാതെ നീക്കിവെച്ച മദ്യക്കുടത്തിൽ നോക്കി പതുക്കെ ചിരിച്ചു. ഭയമുണ്ടെങ്കിൽ വേണ്ട, മുതിർന്നവർക്കുള്ളതാണ് മദ്യം. അപ്പോൾ ഞാനും കൈനീട്ടി. ചവർപ്പും മധുരവും. മുതിർന്നവരെ പോലെ കുടിക്കണമെങ്കിൽ അപ്രിയം പുറത്തു കാട്ടരുത്. അവൻ എന്നെ തോൽപ്പിക്കരുത് എന്ന വാശിയോടെ ഞാൻ ഒരു കവൽ കൂടി കുടിച്ചു. പിന്നെ കാട്ടാടിൻ്റെ ഒരു തുടക്കഷണമെടുത്ത് ചവച്ചു.
അടുത്ത് ഗദായുദ്ധം പഠിക്കാൻ ബലരാമന്റെ അടുത്ത് പോകുന്ന വിശേഷം ദുര്യോധനൻ പറഞ്ഞു. മനസ്സിൽ അസൂയ തോന്നി. ബലരാമൻ അമ്മയുടെ മൂത്ത സഹോദരന്റെ മകനാണ്. എന്നിട്ടും എന്നെ അയക്കുന്ന കാര്യം ജ്യേഷ്ഠനോ അമ്മയോ ആലോചിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കരബലമുള്ള രാജാവ് ആരാണെന്നറിയാമോ? ദുര്യോധനന്റെ ചോദ്യം. ഞാൻ ആലോചിച്ചു. ബലരാമനല്ല. ബലരാമനെ ജരാസന്ധൻ തോൽപ്പിച്ചിട്ടുണ്ട്. ജരാസന്ധന്റെ ശക്തിയെപ്പറ്റി പല പാട്ടുകളിലും കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു. ജരാസന്ധൻ. ദുര്യോധനൻ ചിരിച്ചു. അല്ല, എൻ്റെ അച്ഛൻ ധൃതരാഷ്ട്രർ. ജരാസന്ധന് 2ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ യുദ്ധം ചെയ്യില്ല. നേരത്തെ രാജ്യം വേണ്ടെന്ന് വച്ചതല്ലേ. 10,000 മതയാനകളുടെ ശക്തി അദ്ദേഹത്തിന് വരബലം കൊണ്ട് കിട്ടിയതാണെന്ന് ദുര്യോധനൻ പറഞ്ഞു. അതെനിക്കും കിട്ടും കുറെ കഴിയുമ്പോൾ. അവൻ വസ്ത്രം നീക്കി ഇടം തുടയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. വായുദേവൻ മലകളെടുത്ത് അമ്മാനമാടി എറിഞ്ഞിട്ടുണ്ട്. ആ ശക്തി എനിക്കും തരും. ഞാൻ മനസ്സിലെ പ്രാർത്ഥനയാണ് അബദ്ധത്തിൽ പറഞ്ഞുപോയത്. ദുര്യോധനൻ പരിഹാസം കലർന്ന സ്വരത്തിൽ കുറച്ചുറക്കെ ചിരിച്ചു. എനിക്ക് അരിശം വന്നു. ചിരിക്കരുത്, വായുപുത്രനായ ഭീമസേനനാണ് ഞാൻ. ദുര്യോധനൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ധർമ്മന് യുധിഷ്ഠിരൻ, വായുവിന് ഭീമൻ, ഇന്ദ്രന് അർജുനൻ. സൗബലനമ്മവൻ പറയുന്നത് പോലെ ശുദ്ധമന്ദന്മാരാണ് നിങ്ങൾ. വേറെ നല്ല കഥകളുണ്ടാക്കി പറയാൻ തോന്നിയില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? ഞാൻ തരിച്ചിരുന്നു. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം സാവധാനത്തിലാണ് മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. അരിശം കൊണ്ട് തൊണ്ട വരണ്ടു. 2ാമത്തെ തോൽക്കുടം ഒരു വെല്ലുവിളി പോലെ ദുര്യോധനൻ നീട്ടിയപ്പോൾ ഞാനത് വാങ്ങി. എന്നിട്ട് പാതിയോളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഞാനത് താഴേക്കെറിഞ്ഞു. മക്കളുടെ അച്ഛനാരെന്നറിയാതിരിക്കാൻ സൗകര്യത്തിൽ മൃഗയ, പിന്നെ വനവാസം. ഋഷിമാർ പറഞ്ഞാൽ പാവം ജനങ്ങൾ എന്തും വിശ്വസിക്കും. പക്ഷേ അതെന്നോട് ആവർത്തിക്കണോ വൃഗോദര? ഞാൻ എഴുന്നേറ്റപ്പോൾ ദുര്യോധനന്റെ ചിരി വീണ്ടും മുഴങ്ങി. മഹാബലൻ, വായുപുത്രൻ. എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അവനെ കടന്നുപിടിക്കാൻ ആഞ്ഞപ്പോൾ ഞാൻ വീണു. കൈകുത്താൻ ശ്രമിച്ചെങ്കിലും അനുസരണം നഷ്ടപ്പെട്ട കൈപ്പത്തി നിലം തൊടുമുമ്പേ തലയടിച്ചു. ബോധം നഷ്ടപ്പെടും മുമ്പ് വേറെയും ചിരികളും ശബ്ദങ്ങളും അടുത്തു വരുന്നുവെന്ന് തോന്നി. അതിലൊന്ന് ദുശാസനന്റെയാണ്. കുറച്ചുറക്കെ ഒരു ശബ്ദം കേട്ടു. കയറെവിടെ? കെട്ടാനുള്ള കയറെവിടെ? അത് സൂതപുത്രൻ കർണന്റെ ആയിരുന്നു.